പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ 17ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിലേക്ക് അതിരാവിലെ തന്നെ പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, തീക്ഷ്ണതയോടെ, വില കൊടുത്ത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന 43 ദിവസത്തെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും തീർച്ചയായും നടത്തിത്തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ ജീവിതത്തിലും ദൈവം ഇടപെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ ബൈബിൾ കരങ്ങളിൽ എടുക്കാം, തുറന്നു പിടിക്കാം, ശ്രദ്ധയോടെ പറയുന്ന ബൈബിൾ വചനങ്ങൾ വായിക്കാം, നമുക്ക് ധ്യാനിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കരങ്ങളിൽ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും, നമ്മൾ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം തിരുവചനം. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കാം. കാരണം ഇതുപോലൊരു ദൈവമില്ല. നമ്മൾ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നടത്തിത്തരുന്ന ഒരേ ഒരു കർത്താവേ ഉള്ളൂ, യേശു. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിനെ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. കർത്താവേ, ഞങ്ങൾക്ക് സ്നേഹിക്കാനും ഞങ്ങളെ കരുതാനും നീ മാത്രമേ ഉള്ളൂ. നല്ല ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ ആദ്യ പ്രേമമേ, ഇത്ര വാത്സല്യമേ, സ്നേഹപുഷ്പമേകുവാ ചങ്കു തുറന്നവനേ. എൻ്റെ ആദ്യ പ്രേമമേ, എത്ര വാത്സല്യമേ, സ്നേഹപുഷ്പമേകുവാ ചങ്കു തുറന്നവനേ. സ്തുതിയെത്ര ചെന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാദി സ്വർഗം അങ്ങെപ്പോലാവില്ലേ. സ്തുതിയെത്ര ചെന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാദി സ്വർഗം അങ്ങെപ്പോലാവില്ലേ. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ
അങ്ങേ സ്നേഹിച്ചിടുന്നേ. യേശുവേ നാഥനേ ജീവനേ. കർത്താവേ, നിന്നെപ്പോലൊരു ദൈവം ഞങ്ങൾക്കില്ല. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പൊന്നു കർത്താവേ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, നിന്റെ തിരുഹിതമനുസരിച്ച് നീ നടത്തി തരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ആരാധനയും, എല്ലാ സ്തുതിയും അങ്ങേക്ക് തരുന്നു. നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹോളി സ്പിരിറ്റ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം, കർത്താവിനെ നമ്മൾ ആരാധിക്കണം. മറ്റാരും സ്നേഹിക്കാത്തതുപോലെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ എവിടെയെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ, ദൈവത്തെ ആരാധിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം ഈ ഒരിടത്തും നമുക്ക് കിട്ടില്ല. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലുണ്ട്, കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേലുണ്ട്. നമ്മളിന്ന് ചിന്തിക്കുന്ന വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. 3 യുവാക്കന്മാർ തീച്ചുളയിൽ. അതാണ് അതിൻ്റെ ഹെഡിങ്. നമുക്കറിയാം, ബാബിലോൺ ഭരിച്ചിരുന്ന നബുക്കദ്നേസർ രാജാവ്, അദ്ദേഹം വലിയൊരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി അതിനെ ആരാധിക്കാൻ ജനത്തോട് കൽപ്പിക്കുകയാണ്. 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നബുക്കദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി ബാബിലോൺ ദേശത്തെ ദൂര താഴ്വരയിൽ അവൻ അത് സ്ഥാപിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവർ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജനപദങ്ങളെ 4-ാമത്തെ വാക്യം, ജനപദങ്ങളെ വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബുക്കദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണ്ണ ബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിൽ എറിയും. ഇതാണ് കൽപ്പന. നമ്മൾ മനസ്സിലാക്കണം, രാജകൽപ്പനയാണ്. രാജാവ് വിളംബരം ചെയ്തിരിക്കുന്ന കൽപ്പന. ഇത് ലംഘിച്ചാൽ തീർച്ചയായിട്ടും മരണം ഉറപ്പാണ്. ഈ സമയത്താണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായ 3 യുവാക്കന്മാർ, അതാരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? ശദ്രാക്ക്, മെഷാക്ക്, അബദ്നേഗോ. ഈ 3 പേര് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരുന്നു. അങ്ങനെ ആ ബാബിലോൺ ദേശത്തുള്ള സകല മക്കളും രാജാവ് വിളിച്ചുകൂട്ടിയ ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കൊമ്പ്, കിന്നരം, വീണ, നാദസ്വരം ഇതെല്ലാം ഉപയോഗിച്ച് അതിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്ന സമയം ജനം മുഴുവൻ താണു വണങ്ങി നബുക്കദ്നേസർ നിർമ്മിച്ച ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ 3 യുവാക്കന്മാർ മാത്രം അവിടെ നിവർന്നു നിൽക്കുകയാണ്. നട്ടെല്ലോടുകൂടി നിവർന്നു നിൽക്കുക. ഇത് കണ്ടപാടെ രാജാവിൻ്റെ കൂടെയുള്ള ന്യായാധിപന്മാർക്ക് ഇത് മനസ്സിലായി, ഇത് ശരിയല്ല. അവർ വന്നിട്ട് രാജാവിനോട് പറയുന്ന കാര്യമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി
നീ നിയമിച്ചിരുന്ന ശദ്രാക്, മെഷാക്, അബദ്നേഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. ഇത് കേട്ട സമയം തന്നെ നബൂഖദ്നേസർ രാജാവ് താൻ ഇരുന്ന ആ കസേരയിൽ നിന്ന് കോപം പൂണ്ട് ചാടി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാത്തവർ ആരാണെങ്കിലും അവരെ കൊന്നുകളയും. അദ്ദേഹം ഇവരെ 3 പേരും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരവസരവും കൂടി തരാം, നിങ്ങൾ എന്നെ ആരാധിക്കണം. ആരാധിച്ചില്ലെങ്കിൽ തൽക്ഷണം എരിയുന്ന തീച്ചൂളയെ നിങ്ങൾ എറിഞ്ഞു കളയും. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലാണ് ഇതുപോലൊരു പ്രതിസന്ധി വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മരണത്തെ മുഖാഭിമുഖം കാണുന്ന സമയം. ഈ സമയത്ത് ഈ യുവാക്കന്മാർ പറഞ്ഞ എന്താണെന്നറിയോ? നമുക്ക് വായിക്കാം 16, 17, 18 തിരുവചനം. ശദ്രാക്കും, മെഷാക്കും, അബദ്നേഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. എന്നിട്ട് പറയുകയാണ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനഭാഗം, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. ഹല്ലേലൂയ. ആദ്യം അവർ പറഞ്ഞു, നബൂഖദ്നേസർ, ഇതിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്നെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. കാരണം ദൈവമായ കർത്താവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് ഞങ്ങളെ രക്ഷിക്കും, അത് വിശ്വാസം. അവിടുന്ന് ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെ ആരാധിക്കില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം, റിയൽ ഫെയ്ത്ത്. ഇതാണ് വേണ്ടത്. എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? രാജാവിന് ഉഗ്ര കോപം പൂണ്ടു. അദ്ദേഹം പതിവിലും 22-ാമത്തെ വാക്യം വായിക്കാം. നമുക്ക് 19-ാമത്തെ വാക്യം വായിക്കാം. ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ശദ്രാക്കിനും മെഷാക്കിനും അബദ്നേഗോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നബൂഖദ്നേസറിന്റെ മുഖഭാവം മാറി ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. 22-ാമത്തെ വാക്യം. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നതുകൊണ്ട് ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നേഗോയെയും ചൂളയിലേക്ക് കൊണ്ടുചെന്നവരെ തീജ്വാലകൾ കത്തിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു. അവിടേക്ക് കൊണ്ടുപോയവരെ പോലും തീജ്വാല കത്തിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവരെ ഈ തീജ്വാല തൊട്ടില്ല. നബൂഖദ്നേസർ രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ ചുറ്റും ഒരു മഞ്ഞ് കണം കാണുകയും 3 പേരെ കൂടാതെ ഒരു ദൂതനെ കൂടി കാണുകയും ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചത്? അത്ഭുതകരമായി അവിടെ നിന്ന് കർത്താവരെ രക്ഷിച്ചു. ആ 3 യുവാക്കന്മാരുടെ കീർത്തനം എന്ന ഹെഡിങ്ങിന്റെ പ്രിയപ്പെട്ടവരെ അവസാനത്തെ വാക്യം 24 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നബൂഖദ്നേസർ പരിഭ്രമിച്ചു പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു ഉപദ്രവം ഏറ്റിട്ടില്ല. 4-ാമത്തേവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു. ജ്വലിക്കുന്ന തീച്ചൂളയുടെ വാതിക്കലെത്തി നബൂഖദ്നേസർ പറഞ്ഞു, ശദ്രാക്, മെഷാക്, അബദ്നേഗോ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, നബൂഖദ്നേസർ രാജാവ് എന്തിനാ അവരെ വിളിക്കണേ? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങൾ പുറത്തു വരുവിൻ. കണ്ടോ, വിശ്വാസമില്ലാതെ കൊല്ലാൻ കൊണ്ടുപോയ അവരുടെ വിശ്വാസം കണ്ട് രാജാവ് വിശ്വാസത്തിലേക്ക് വരിക. എന്നിട്ട് എന്താ പറയുന്നത്? 27 മുതലുള്ള വാക്യം വായിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുകയാണ്, അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാർ, സ്ഥാനപതികൾ, നാടുവാഴികൾ, രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ 3 മേൽ അഗ്നിക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധം ഏൽക്കുകയോ ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ജീവിക്കുന്ന ദൈവം.
നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, തീയുടെ അടുത്ത് ചെന്നാൽ പോലും നമ്മുടെ മുടി കരിഞ്ഞു പോകും അല്ലേ? ഇവിടെ പറയുകയാണ്, അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേട് പറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധമേൽക്കുകയോ ചെയ്തില്ല. തീയുടെ ഗന്ധം പോലും ഏറ്റില്ല. അതുപോലെ കർത്താവ് അവരെ പൊതിഞ്ഞു പിടിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൂടെ നമ്മൾ നടന്നാൽ, കർത്താവിനോടുള്ള വിശ്വാസത്തിലും വിശ്വസ്തതയിലും നമ്മൾ നിന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ അനുഗ്രഹം കാണും. എത്ര വലിയ ശത്രുക്കൾ നമുക്ക് ചുറ്റും വന്നാലും, എത്ര വലിയ തകർച്ചകൾ നമുക്ക് ചുറ്റും അണിനിരന്നാലും, ആരെല്ലാം നമ്മളെ തകർക്കാനും തോൽപ്പിക്കാനും നോക്കിയാലും ആർക്കും നമ്മളെ തൊടാൻ പറ്റാത്ത വിധം നിന്റെ ദൈവം ആ 3 യുവാക്കന്മാരെ തീയിൽ നിന്ന് രക്ഷിച്ചതുപോലെ എത്ര വലിയ തീ നിനക്കെതിരെ വന്നാലും നിന്നെ അത് തൊടില്ല. നിന്റെ തലമുടി കരിയാനോ, നിന്റെ വസ്ത്രത്തിന് കേട് പറ്റാനോ, നിനക്ക് തീയുടെ ഗന്ധമേൽക്കാനോ ഒരിക്കലും കഴിയാത്ത വിധം കർത്താവ് തൻ്റെ സംരക്ഷണം നമുക്ക് തരും. ഹല്ലേലൂയ! കർത്താവിൻ്റെ കൃപ നമുക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. കർത്താവെ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നെ മാത്രമേ ഞങ്ങൾ സ്നേഹിക്കൂ. ആ ഒരു ബോധ്യത്തിൽ കർത്താവിൻ്റെ സന്നിധി നമുക്ക് എളിമയോടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഈ സമർപ്പണ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത കാര്യങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ, കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കാത്ത മറുപടികൾ അത്ഭുതകരമായി ഈ 43 ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിലൂടെ അങ്ങ് ഇടപെട്ട് എല്ലാ ദൈവ മക്കൾക്കും നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവർ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറട്ടെ, കർത്താവിനെ അനുഗമിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഇവിടെ മേലുണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ നിങ്ങളുടെ പരിചയമുള്ള എല്ലാ ഫ്രണ്ട്സിനും, നിങ്ങളുടെ റിലേറ്റീവ്സിനും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലും പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വഴി ഒരു വ്യക്തി രക്ഷപ്പെട്ടാൽ അതിൻ്റെ അനുഗ്രഹം അത് നിങ്ങൾക്കുള്ളതാണ്. ഒപ്പം തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ശക്തീകരണ ധ്യാനം നടക്കുകയാണ്. ഏപ്രിൽ 28 മുതൽ. നിങ്ങൾ ഇതുവരെ ഈ ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. ഇനി വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ വിളിച്ച് നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നമുക്ക് നേരിട്ട് ദൈവത്തെ കാണാനും കർത്താവിനെ സ്തുതിക്കാനും നേരിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.